ഗുഡൻ ടാഗ് ഫ്ലീഗെ കരിയർ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അനഘ ജോസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ പുതിയ ഹീറ്റിംഗ് നിയമത്തിനെതിരെ പ്രതിഷേധം. ജർമ്മനി പരിസ്ഥിതി സംരക്ഷണത്തിനും കാർബൺ മലിനീകരണം കുറയ്ക്കുന്നതിനുമായി പുതിയ ഹീറ്റിംഗ് നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഉപയോഗിക്കുന്ന പഴയ ഗ്യാസ്, ഓയിൽ ഹീറ്റിംഗ് സംവിധാനങ്ങൾക്ക് പകരം കൂടുതൽ പരിസ്ഥിതി സൗഹൃദമായ സംവിധാനങ്ങൾ ഉപയോഗിക്കണമെന്നാണ് സർക്കാരിന്റെ ലക്ഷ്യം. എന്നാൽ ഈ മാറ്റത്തിന് വലിയ ചെലവ് വരുമെന്നാണ് ചെറുകിട വ്യാപാരികൾ പറയുന്നത്. ബേക്കറികൾ, ഹെയർ സലൂണുകൾ, ചെറിയ റെസ്റ്റോറന്റുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് പുതിയ ഹീറ്റിംഗ് സംവിധാനം സ്ഥാപിക്കാൻ ആയിരക്കണക്കിന് യൂറോ ചെലവാകാം. ഇതിനകം വൈദ്യുതിയുടെയും ഗ്യാസിന്റെയും വില വർദ്ധിച്ചതിനാൽ പല സ്ഥാപനങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ വ്യാപാര സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും ഈ നിയമം വീണ്ടും പരിശോധിക്കണമെന്നാണ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. പരിസ്ഥിതി സംരക്ഷണം പ്രധാനമാണെങ്കിലും ചെറുകിട വ്യാപാരികൾക്ക് കൂടുതൽ സമയം അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നൽകണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ദക്ഷിണാഫ്രിക്കയിൽ ജർമ്മൻ കോടീശ്വരന്റെ മകളുടെ ദുരൂഹ മരണം. ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ഒരു ദുരൂഹ മരണമാണ് ഇപ്പോൾ ജർമ്മൻ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരിക്കുന്നത്. പ്രശസ്ത ജർമ്മൻ വ്യവസായ കുടുംബത്തിലെ യുവതിയായ കരോളിൻ വോൺ റൗൺസ മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടു. ആദ്യഘട്ടത്തിൽ ഇത് ഒരു സാധാരണ വാഹനാപകടമായാണ് കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ യുവതി വെടിയേറ്റാണ് മരിച്ചതെന്ന് കണ്ടെത്തി. അതേ സ്ഥലത്ത് മറ്റൊരു വ്യക്തിയുടെയും മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ആ വ്യക്തിയും വെടിയേറ്റ് മരിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട്. ഇതൊരു കൊലപാതകമാണോ, അപകടമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നതിൽ ഇപ്പോഴും വ്യക്തമല്ല. അതിനാൽ ദക്ഷിണാഫ്രിക്കൻ പോലീസ് വിശദമായ അന്വേഷണം തുടരുകയാണ്. സംഭവത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ അധികൃതർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ജർമ്മൻ സൈന്യത്തിനായി ആധുനിക ഗോസ്റ്റ് ബാറ്റ് യുദ്ധ ഡ്രോൺ. ജർമ്മനിയുടെ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തമാക്കുന്നതിനായി റൈൻ മെറ്റൽ, ബോയിങ് എന്നീ കമ്പനികൾ ചേർന്ന് ഗോസ്റ്റ് ബാറ്റ് എന്ന പുതിയ യുദ്ധ ഡ്രോൺ വികസിപ്പിക്കുകയാണ്. ഈ ഡ്രോണിന്റെ പ്രത്യേകത എന്തെന്നാൽ മനുഷ്യർ നിയന്ത്രിക്കുന്ന യുദ്ധവിമാനത്തോടൊപ്പം ഇത് പ്രവർത്തിക്കാൻ കഴിയും. അതായത് പൈലറ്റുള്ള യുദ്ധവിമാനത്തിനെ സഹായിക്കാൻ ഈ ഡ്രോൺ പ്രവർത്തിക്കും. ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കൽ, റഡാർ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തൽ, ആവശ്യമായാൽ ആക്രമണ ദൗത്യങ്ങളിൽ പങ്കെടുക്കൽ എന്നിവ ഈ ഡ്രോണിന് ചെയ്യാൻ കഴിയും. ഇതിലൂടെ പൈലറ്റുമാരുടെ സുരക്ഷ വർദ്ധിക്കും. 2029 ഈ ഡ്രോൺ ജർമ്മൻ വ്യോമസേനയുടെ ഭാഗമാകാനാണ് പദ്ധതി. ആധുനിക യുദ്ധ സാങ്കേതിക വിദ്യയിൽ ജർമ്മനി കൂടുതൽ മുന്നേറാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതി കണക്കാക്കപ്പെടുന്നത്. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് ഉയർത്തി. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് 0.25% ഉയർത്തിയിട്ടുണ്ട്. സാധാരണയായി വിലക്കയറ്റം നിയന്ത്രിക്കാനാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. ഈ തീരുമാനത്തിന്റെ ഫലമായി വീട് വായ്പ, കാർ ലോൺ, വ്യക്തിഗത വായ്പ എന്നിവയുടെ മാസത്തവണകൾ ചിലർക്ക് വർദ്ധിക്കാം. പുതിയ വായ്പ എടുക്കുന്നവർക്ക് കൂടുതൽ പലിശ നൽകേണ്ടി വരാനും സാധ്യതയുണ്ട്. അതേസമയം ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നവർക്ക് ഇതൊരു നല്ല വാർത്തയാകാം. സേവിങ്സ് അക്കൗണ്ടുകൾക്കും സ്ഥിര നിക്ഷേപങ്ങൾക്കും മുമ്പത്തേക്കാൾ കൂടുതൽ പലിശ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ തീരുമാനം യൂറോപ്പിലെ കുടുംബങ്ങളെയും ബിസിനസ്സുകളെയും നേരിട്ട് ബാധിക്കും. വായ്പ എടുക്കുന്നവർക്ക് അധിക ചെലവ് വരാമെങ്കിലും വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഇത് സഹായകരമാകും എന്നാണ് പ്രതീക്ഷ.